പുലരി. ഉയിർത്തെഴുന്നേൽക്കപ്പെട്ട യേശു പത്രോസിന്റെ മുറിവേറ്റ ഹൃദയത്തെ വീണ്ടും സുഖപ്പെടുത്തിയിരിക്കുന്നു. 3 തവണ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. 3 തവണ യേശു അവനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 തവണയും പത്രോസ് വിറയ്ക്കുന്ന സ്നേഹത്തോടെ ഉത്തരം നൽകി. പിന്നീട് ഈ പവിത്രമായ നിമിഷത്തിനിടയിൽ പത്രോസ് വളരെ മനുഷ്യത്വപരമായ ഒരു കാര്യം ചെയ്യുന്നു. നാം എല്ലാവരും നമ്മെത്തന്നെ അതിൽ കാണുന്നു. അവൻ തിരിഞ്ഞു നോക്കി യോഹന്നാൻ പിന്നാലെ വരുന്നത് കണ്ടു ചോദിച്ചു, കർത്താവേ, ഇവനെക്കുറിച്ച് എന്താണ്? യേശു ഏത് ശ്രദ്ധവ്യത്യാസവും വെട്ടിമുറിക്കുന്ന വാക്കുകളോടെ മറുപടി നൽകി, അത് നിനക്ക് എന്ത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. പത്രോസിന് ഇപ്പോൾ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരുന്നു. യേശു അവന്റെ ഭാവിയെക്കുറിച്ച്, അവനെ കാത്തിരിക്കുന്ന യാതനകളെക്കുറിച്ച് പോലും സംസാരിച്ചു. എന്നിട്ടും ക്രിസ്തുവിനെ ഉറ്റുനോക്കുന്നതിന് പകരം പത്രോസ് ഉടൻ വശത്തേക്ക് നോക്കി. നാം എത്രയോ തവണ ഇതേപോലെ ചെയ്യുന്നു. താരതമ്യത്തിന്റെ മേൽ നിർമ്മിതമായ ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം, കുടുംബം, ജോലി, അനുഗ്രഹങ്ങൾ, യാതനകൾ, ആത്മീയത എന്നിവയെല്ലാം നാം താരതമ്യം ചെയ്യുന്നു. നാം ദൈവത്തോട് പത്രോസ് ചോദിച്ച അതേ ചോദ്യം മനസ്സിൽ ചോദിക്കുന്നു. അവരെക്കുറിച്ച് എന്താണ്? അവരുടെ ജീവിതം എന്തുകൊണ്ട് എളുപ്പമാണ്? അവരുടെ കുടുംബം എന്തുകൊണ്ട് കൂടുതൽ സന്തുഷ്ടമായി തോന്നുന്നു? അവർ എന്തുകൊണ്ട് കൂടുതൽ വിജയികളാണ്? അവരുടെ വഴി എന്തുകൊണ്ട് എന്റേതിനേക്കാൾ ലഘുവാണ്? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവനെ നാം പതുക്കെ മറക്കുന്നു. മലയാള സിനിമ സ്ഫടികം എന്ന ചിത്രത്തിൽ ഇതിന്റെ ശക്തമായ ഒരു ചിത്രം കാണാം. പിതാവ് തന്റെ മകനെ ഒരു ആദർശ വിജയത്തിന്റെ ചിത്രവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ജീവിതം മുഴുവൻ ചെലവഴിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന മകനെ കാണുന്നതിന് പകരം അവൻ ആഗ്രഹിക്കുന്ന മകനെയാണ് കാണുന്നത്. ആ നിരന്തരമായ താരതമ്യങ്ങൾ ബന്ധത്തെ മുറിപ്പെടുത്തുന്നു. മകൻ താൻ ഒരിക്കലും മതിയാകുന്നില്ലെന്ന് തോന്നിപ്പോകുന്നു. താരതമ്യം അവന്റെ സമാധാനം തട്ടിയെടുത്തു. താരതമ്യം അവന്റെ സ്വത്വബോധം തട്ടിയെടുത്തു. താരതമ്യം അവന്റെ സ്നേഹം തട്ടിയെടുത്തു. ആത്മീയമായും നാം മറ്റുള്ളവരുമായി നിരന്തരം താരതമ്യം ചെയ്യുമ്പോൾ ഇതേ കാര്യം സംഭവിക്കുന്നു. പത്രോസ് ഗലീലയുടെ തീരത്ത് കരുണയുടെ അനുഭവം ലഭിച്ചതിനു ശേഷവും താരതമ്യത്തിലേക്ക് തിരിഞ്ഞ നിമിഷം അവന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു. ദി ഫാമിലി മാൻ എന്ന സിനിമയിൽ ഈ സമരത്തിന്റെ മറ്റൊരു വശം കാണാം. പ്രധാന കഥാപാത്രം തന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത പതിപ്പുകൾ സങ്കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ എങ്ങനെയിരിക്കുമായിരുന്നു എന്ന് അവൻ ആലോചിക്കുന്നു. ഒരു ജീവിതം കൂടുതൽ വിജയകരം, മറ്റൊന്ന് കൂടുതൽ ആവേശകരം, മറ്റൊന്ന് കൂടുതൽ സുരക്ഷിതം. എന്നാൽ സാങ്കൽപ്പിക ജീവിതങ്ങളിൽ ജീവിക്കുന്നതിന്റെ ദുരന്തം നമ്മൾ യഥാർത്ഥത്തിൽ ലഭിച്ച ജീവിതത്തെ സ്വീകരിക്കുന്നത് നിർത്തുന്നു എന്നതാണ്. പത്രോസ് യോഹന്നാന്റെ ഭാവി അറിയാൻ ആഗ്രഹിച്ചു. മറ്റൊരാളുടെ വഴിയെക്കുറിച്ച് വ്യക്തതയുണ്ടാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശു ആ താരതമ്യ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വിസമ്മതിക്കുന്നു. പകരം അവൻ പറയുന്നു, അത് നിനക്ക് എന്ത് കാര്യം? നീ എന്നെ അനുഗമിക്കുക. അതായത്, പത്രോസേ, യോഹന്നാന്റെ കഥ നിന്റെ വിളിയല്ല, നിന്റേതിൽ വിശ്വസ്തനായിരിക്കുക. പത്രോസ് രക്തസാക്ഷിത്വത്തിലൂടെ ദൈവത്തിന് മഹത്വം വരുത്തും. യോഹന്നാൻ ദീർഘകാല സാക്ഷ്യത്തിലൂടെയും സഹനത്തിലൂടെയും ദൈവത്തിന് മഹത്വം വരുത്തും. വ്യത്യസ്ത വഴികൾ, വ്യത്യസ്ത കുരിശുകൾ, വ്യത്യസ്ത ദൗത്യങ്ങൾ. എന്നാൽ രണ്ടും പവിത്രമായിരുന്നു. ദൈവം ഒരിക്കലും വിളികൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. ഓരോ ആത്മാവിനും സ്വന്തം വിശുദ്ധി മാർഗമുണ്ട്. ചിലർ പരസ്യ സാക്ഷ്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു, ചിലർ മറഞ്ഞുള്ള യാഗത്തിലേക്ക്, ചിലർ കാണാവുന്ന കുരിശുകൾ വഹിക്കുന്നു. മറ്റുള്ളവരുടെ മുറിവുകൾ ആരും കാണാത്തതാണ്. പക്ഷേ വിശുദ്ധി ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം സ്വന്തമാക്കുന്നതല്ല. വിശുദ്ധി നമ്മൾ ലഭിച്ച ജീവിതത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ സ്നേഹിക്കുന്നതാണ്. പലപ്പോഴും നാം വിശുദ്ധി വലിയ നാടകീയ നിമിഷങ്ങളിൽ മാത്രമേ സംഭവിക്കൂ എന്ന് കരുതുന്നു. ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുക, അസാധാരണ കാര്യങ്ങൾ ചെയ്യുക, വിശ്വാസത്തിന്റെ പേരിൽ പ്രശസ്തരാവുക. എന്നാൽ ഏറ്റവും വലിയ വിശുദ്ധി മിക്കവാറും ശാന്തമായി സംഭവിക്കുന്നു. സാധാരണ വീടുകളിൽ, സാധാരണ ജോലിസ്ഥലങ്ങളിൽ, സാധാരണ പോരാട്ടങ്ങളിൽ. നീ ക്ഷീണിച്ചിരിക്കുമ്പോൾ കുടുംബത്തോട് കാണിക്കുന്ന ക്ഷമയിലാണ് വിശുദ്ധി. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ നൽകുന്ന ദയയിലാണ്. സമ്മർദ്ദം എളുപ്പമായിരിക്കുമ്പോഴും പാലിക്കുന്ന സത്യസന്ധതയിലാണ്. ഹൃദയം മുറിവേറ്റിരിക്കുമ്പോഴും നൽകുന്ന ക്ഷമയിലാണ്. വിശ്വാസം വരണ്ടതായി തോന്നുമ്പോൾ മന്ത്രിക്കുന്ന പ്രാർത്ഥനയിലാണ്. ഈ മറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ അഗാധമായി പ്രധാനമാണ്. ചിലപ്പോൾ ഒരു സൗമ്യമായ വാക്ക് ഒരു ആത്മാവിനെ മാറ്റിമറിക്കും. ചിലപ്പോൾ ഒരു ശാന്തമായ കരുണാപ്രവൃത്തി ആരുടെയോ പ്രത്യാശയുടെ കാരണമാകും. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് നമ്മുടെ സ്നേഹത്തിൽ നിന്ന് അവർ അറിയും, താരതമ്യത്തിൽ നിന്നല്ല.
പ്രതിഷ്ഠയിൽ നിന്നല്ല, ബാഹ്യരൂപത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ്. നമ്മുടെ വാദങ്ങൾ ആളുകൾ മറക്കാം, പക്ഷേ ആത്മാർത്ഥമായി ജീവിച്ച സ്നേഹം അവർ അപൂർവമായി മറക്കൂ. ഇന്നത്തെ സുവിശേഷത്തിന്റെ ഏറ്റവും ആഴമേറിയ പാഠം ഒരുപക്ഷേ ഇതാണ്: പത്രോസ് വശത്തേക്ക് നോക്കിയ നിമിഷം സമാധാനം നഷ്ടപ്പെടുത്തി. നാമും അതുപോലെ. താരതമ്യം കൃതജ്ഞതയെ മോഷ്ടിക്കുന്നു, അസൂയ സന്തോഷത്തെ മോഷ്ടിക്കുന്നു, ശ്രദ്ധവ്യത്യാസം ശിഷ്യത്വത്തെ മോഷ്ടിക്കുന്നു. പിശാചിൻ നമ്മുടെ വിശ്വാസം പൂർണ്ണമായി നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ യാത്രയിൽ നമ്മെ നിരന്തരം തിരക്കിലാക്കി വയ്ക്കുന്നത് മതി. പക്ഷേ യേശു നമ്മെ വീണ്ടും ലാളിത്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. നീ എന്നെ അനുഗമിക്കുക, മറ്റുള്ളവരോട് മത്സരിക്കുക എന്നല്ല, അവരുമായി നിന്റെ മൂല്യം താരതമ്യം ചെയ്യുക എന്നല്ല, സാങ്കൽപ്പിക ഭാവികളിൽ ജീവിക്കുക എന്നല്ല. ഏറ്റവും ലളിതമായി, നീ എന്നെ അനുഗമിക്കുക. ക്രിസ്തീയ ജീവിതം വീണ്ടും മനോഹരമാകുന്നത് അത് വീണ്ടും ലളിതമാകുമ്പോഴാണ്. യേശുവോടൊപ്പം നടക്കുക, യേശുവിനെ വിശ്വസിക്കുക, നിന്റെ മുന്നിലുള്ളവരെ സ്നേഹിക്കുക, നിനക്ക് യഥാർത്ഥത്തിൽ ലഭിച്ച ജീവിതത്തിൽ വിശ്വസ്തനാകുക. കാരണം ഒരു ദിവസം നാം കണ്ടെത്തും, സാധാരണ നിമിഷങ്ങളിൽ നാം നൽകിയ ശാന്തമായ സ്നേഹം നാം ഒരിക്കലും സങ്കൽപ്പിക്കാത്തത്രയധികം പ്രധാനമായിരുന്നു